അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ഖുൽതു ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക മിൻ സഫിയ്യ കദാ വകദാ തഗ്നി കസീറ. ഒരിക്കൽ ഞാൻ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തങ്ങളുടെ മറ്റൊരു ഭാര്യയായ സഫിയ്യ ബീവിയുടെ പൊക്കക്കുറവിനെ സംബന്ധിച്ച് പരിഹാസരൂപേണ സംസാരിക്കുകയുണ്ടായി. സഫിയയുടെ പൊക്കക്കുറവ് അങ്ങയ്ക്ക് ധാരാളം മതിയായതാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ സംസാരിച്ചു. ഇത് കേട്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞത്, ലഖദ് ഖുൽതി കലിമത്തൻ ലൗ മുസിജ ബിഹാ അൽ ബഹറു ലമസ്ജതഹു. നീ പറഞ്ഞ ഈ വാക്ക്, നീ ഉപയോഗിച്ച ഈ പ്രയോഗം സമുദ്രത്തിൽ കൊണ്ടുപോയി കലക്കിയാൽ സമുദ്രത്തിലെ ഉപ്പിനേക്കാൾ കൂടുതൽ, സമുദ്രത്തിൻ്റെ ഉപ്പ് രസത്തേക്കാൾ അധികരിക്കുന്നതാണ്, അത്രയേറെ കടുപ്പമുള്ള വാക്കാണ് നീ ഉപയോഗിച്ചത് എന്ന്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീണ്ടും പറയുന്നു, വഹക്കൈതു ലഹു ഇൻസാനൻ. ഞാൻ ഒരിക്കൽ നബിതങ്ങളോട് ഒരു മനുഷ്യൻ്റെ കോലം, അയാളുടെ രൂപവും ആകൃതിയും പകർത്തി കാണിച്ചു കൊടുത്തു, അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. ഫഖാൽ, നബിതങ്ങൾ പറഞ്ഞു, മാ വഹിബ്ബു അന്നി ഹക്കൈതു ഇൻസാനൻ വ ഇന്നലി കദാ വകദാ. കുറേ പണവും സമ്പത്തും എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നതിനേക്കാൾ എനിക്കത്ര ഇഷ്ടമുള്ളതല്ല മറ്റൊരു മനുഷ്യനെ അയാളുടെ രൂപവും ആകൃതിയും അഭിനയിച്ച് കാണിച്ചു തരുന്നത്, പകർത്തി കാണിച്ചു തരുന്നത് എനിക്ക് പ്രിയങ്കരമായ കാര്യം അല്ല എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ നമുക്ക് നൽകുന്നത്. നമ്മൾ സർവ്വസാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ, തമാശ പറഞ്ഞിരിക്കുമ്പോൾ, കൂട്ടുകാരും കൂട്ടുകാരികളുമൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ച് പറയൽ സ്വാഭാവികമായിട്ടും കടന്നു വരും. ചിലപ്പോൾ അവരുടെ ആകൃതിയും രൂപവും ഭാവവും ഒക്കെ നമ്മൾ പറയും, പൊക്കക്കുറവ് പറയും, അവരുടെ തടിയെക്കുറിച്ച് പറയും, അവരുടെ വൈകല്യങ്ങളെ സംബന്ധിച്ചും അംഗവിക്ഷേപങ്ങളെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവരുടെ കണ്ണിനെക്കുറിച്ചോ മൂക്കിനെക്കുറിച്ചോ അവരുടെ മുടിയെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ കുറവോ കോട്ടങ്ങളോ നമ്മൾ പറയും, എടുത്തുദ്ധരിക്കും. ചിലപ്പോൾ നമ്മൾ അത് പകർത്തി കാണിച്ചു കൊടുക്കും. കണ്ടോ, അയാൾ നടക്കുന്നത് ഇങ്ങനെയാണ്, അയാളുടെ സംസാരം അങ്ങനെയാണ്, അയാളുടെ നോട്ടം ഈ രൂപത്തിലാണ് എന്നൊക്കെ നമ്മൾ പകർത്തി കാണിച്ചു കൊടുത്തും പരസ്പരം സംസാരിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി അതിനെ വെറുക്കുകയും വിരോധിക്കുകയും ചെയ്തിരിക്കുകയാണ്. മറ്റുള്ളവരുടെ കുറവിനെ, വൈകല്യങ്ങളെ എടുത്തുദ്ധരിക്കുന്നത് നബിതങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ ഹദീസിൽ പ്രവാചകൻ്റെ മറ്റൊരു ഭാര്യയായ സഫിയ്യ ബീവിയുടെ പൊക്കക്കുറവിനെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞു, അവരുടെ പൊക്കക്കുറവ് അങ്ങയ്ക്ക് ധാരാളം മതിയല്ലേ എന്ന് ആ രൂപത്തിൽ പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞത്, ഈ പറഞ്ഞ വാക്ക് സമുദ്രത്തിൽ കൊണ്ടുപോയി കലർത്തിയാൽ അതിൻ്റെ ഉപ്പ് രസത്തേക്കാൾ അധികരിക്കുമെന്നാണ് പറഞ്ഞത്. സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഉപ്പ് രസമാണ്, പക്ഷെ അതിനേക്കാൾ അധികരിക്കും. അത്ര കടുപ്പമുള്ള വാക്കാണ്, വിഷം കലർന്ന വാക്കാണ് നീ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ആ പറഞ്ഞത്. അപ്പോൾ നിൻ്റെ പൊക്കം കണ്ടില്ലേ, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയുടെ പൊക്കം, അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിന് എന്ത് പൊക്കം എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ചിലോടുകൂടി അല്ലെങ്കിൽ
വൈകല്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചു പറയുന്നത് വളരെ മോശമായ പ്രയോഗമാണെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കൽ മറ്റൊരാളുടെ വൈകല്യങ്ങളെ ഞാൻ എടുത്തിങ്ങനെ കാണിച്ച് അത് എടുത്തുദ്ധരിച്ച് പകർത്തി കാണിച്ചു കൊടുത്തപ്പോഴും നബിതങ്ങൾ അതിനെ വിരോധിച്ച്. എനിക്കതിന് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കുറേ സമ്പത്ത് കിട്ടുന്നു, എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ഒരാൾ കുറേ പണം തരുന്നു, എന്നാൽ നീ മറ്റുള്ളവരുടെ വൈകല്യങ്ങളെ എടുത്ത് കാണിക്കുന്നു. ഈ സമ്പത്താണോ ഈ വൈകല്യങ്ങൾ എടുത്തു കാണിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഈ വൈകല്യങ്ങൾ എടുത്തു കാണിക്കുന്നതാണ് എനിക്ക് വെറുപ്പുള്ളത്. കുറേ പണം കിട്ടുന്ന അത്രയും സന്തോഷമുള്ളതല്ല ഈ വൈകല്യങ്ങൾ എടുത്തു കാണിക്കുന്നത് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. നമ്മൾ ഒരാളെ വേണമെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കാം, പക്ഷേ നമ്മളിങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നു. ആ പൊക്കം കുറഞ്ഞ മനുഷ്യനില്ലേ, ആ കറുത്ത ഉരുണ്ട മനുഷ്യനില്ലേ, ആ തടിച്ചിട്ട്, അങ്ങനെയൊക്കെ പറയുന്നത് അത് മറ്റുള്ളവരുടെ ഒരു കുറവാണ്. അത് ഒരാളുടെ പൊക്കക്കുറവിനെ എടുത്ത് പറഞ്ഞുകൊണ്ടല്ല ഒരാളെ പരിചയപ്പെടുത്തേണ്ടത്. ഒരാളുടെ തടിയെടുത്ത് പറഞ്ഞുകൊണ്ടല്ല പരിചയപ്പെടുത്തേണ്ടത്. ആ ഞൊണ്ടി നടക്കുന്നവൻ എന്ന് പറഞ്ഞല്ല ഒരാളെ പരിചയപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ ഒറ്റക്കയ്യൻ എന്ന് പറഞ്ഞല്ല ഒരാളെ പരിചയപ്പെടുത്തേണ്ടത്. ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ, മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരുടെ വൈകല്യങ്ങളെ എടുത്തുദ്ധരിച്ച് പരിചയപ്പെടുത്തരുത്. അയാൾക്ക് പേരുണ്ട്, അയാൾക്ക് അഡ്രസ്സുണ്ട്, അയാളുടെ പിതാവിന് പേരുണ്ട്, വീടിന് പേരുണ്ട്, ആ വീട്ടിലേക്ക് പോകാനുള്ള അടയാളങ്ങളുണ്ട്. ഉദാഹരണം, ഒരു സ്ഥലത്ത് ഒരാൾ ജോലി ചെയ്യുന്നു, ആ പൊക്കം കുറഞ്ഞ മനുഷ്യനല്ലേ എന്ന് നമ്മൾ ഒരിക്കലും എടുത്തുദ്ധരിക്കാൻ പാടില്ല. ഇത് ആളുകളൊന്നും ശ്രദ്ധിക്കാത്ത, വലിയ ഗൗരവമായി കാണാത്ത കാര്യങ്ങളാണ് ഇത്തരം സംസാരങ്ങൾ. ഇത്തരം സംസാരങ്ങളെ പ്രവാചകൻ അതിശക്തമായി വെറുത്തിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. അള്ളാഹു സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.